ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ ശബരിമലയിലെ ദുരൂഹ ഇടപാടുകളുടെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2019 മാർച്ചിൽ ശബരിമലയിലെ ശ്രീകോവിലിലെ കട്ടിള സ്വർണം പൂശുന്നതിന് ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് കൈമാറണമെന്ന ഉത്തരവ് 24 ലഭിച്ചു. അങ്ങനെ ഒരു ഉത്തരവ് ദേവസ്വം ബോർഡ് ഇറക്കിയിരുന്നു. കട്ടിളയുടെ ചെമ്പ് പാളികൾ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് കൈമാറുന്നു എന്നാണ് ഉത്തരവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 1999 വിജയ് മല്യ ഈ കട്ടിളയിലും സ്വർണം പൂശി എന്ന് നേരത്തെ നമ്മളോട് സംസാരിച്ച സെന്തിൽനാഥ് ഉൾപ്പെടെ അറിയിച്ചിരുന്നു. അരുൺരാജാണ് വിവരങ്ങൾ നൽകുന്നത്. കൊല്ലത്ത് നിന്ന് അരുൺ, മറ്റൊരു ചെമ്പുപാളിയുടെ കഥ, അതായത് അതും ഈ പറയുന്ന ഇപ്പോൾ മുരാരി ബാബുവിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ചെമ്പ് തെളിഞ്ഞപ്പോൾ സ്വർണം പൂശാൻ കൊടുത്തുവിട്ടു എന്നതായിരിക്കും അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരം, അല്ലേ? വിജയകുമാർ, ഈ ഉത്തരവ് വളരെ വിഭിന്നമാണ്. ഈ ഉത്തരവിൽ ഇങ്ങനെയാണ് പറയുന്നത്: ശ്രീകോവിലിന്റെ കതവ് പുതുതായി സ്ഥാപിക്കുമ്പോൾ ശ്രീകോവിലിന്റെ കട്ടിള പൊതിഞ്ഞിരിക്കുന്ന പഴയ ചെമ്പ് പാളികൾ കൂടി സ്വർണം പൂശുന്നത് അഭികാമ്യമാണ്. അതായത് നേരത്തെ ഈ കട്ടിളകൾ ഒന്നും തന്നെ സ്വർണം പൂശിയിരുന്നില്ല എന്നുള്ളതാണ് ഈ ഉത്തരവ് സൂചിപ്പിക്കുന്നത്. അതായത് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉത്തരവാണ് ദേവസ്വം ബോർഡ് അഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഇറക്കിയതെന്ന് തെളിയിക്കുന്നതാണ് നമ്മൾ ഈ പുറത്തുവിടുന്ന രേഖകൾ. 1999 ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലും അനുബന്ധിച്ചുള്ള കാര്യങ്ങളും എല്ലാം തന്നെ സ്വർണം പൂശിയിരുന്നു. അന്ന് കട്ടിളയും അതുപോലെ തന്നെ ഈ വാതിലും അടക്കം സ്വർണം പൂശിയതാണ്. പക്ഷേ 2019 മാർച്ച് 20 വീണ്ടും ഇത് സ്വർണം പൂശുന്നതിന് വേണ്ടി ഈ കട്ടിള ഇളക്കുന്നു എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതായത് ചില സംശയങ്ങൾ അവിടെ നിൽക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഒരു തവണ സ്വർണം പൂശിയ ഈ ഭാഗം വീണ്ടും ഇളക്കി അത് ചെമ്പാണെന്ന് ഉത്തരവിൽ രേഖപ്പെടുത്തി പുറത്തേക്ക് കടത്തിയത്? അങ്ങനെയാണെങ്കിൽ ഈ സ്വർണ്ണക്കടത്ത് നടന്നിട്ടുള്ളത്, ശ്രീകോവിൽ അനുബന്ധിച്ചുള്ള സ്വർണ്ണക്കടത്ത് നടന്നിട്ടുള്ളത് 2019 ജൂലൈയിൽ മാത്രമല്ല, അത് നേരത്തെ നടന്നിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ രേഖ. ഈ സ്വർണ്ണക്കടത്തിന്റെ വിവരങ്ങൾ, ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൂടി ലഭിച്ചിട്ടുണ്ട്. ഈ ദ്വാരപാളിക മാത്രമല്ല, അതിനപ്പുറം കട്ടിളയും അനുബന്ധിച്ചുള്ള ഭാഗങ്ങളിലെ അടക്കം സ്വർണ്ണ ഭാഗങ്ങൾ പൂർണ്ണമായും തന്നെ കടത്തുകയും പിന്നീട് ഈ ഉത്തരവിലൂടെ ഒരുപക്ഷെ ഈ ദൃശ്യം സിനിമയെ ആ രീതിയിലാണ് ഈ കഥ പോകുന്നത്. കാരണം സ്വർണ്ണമാണ്, പക്ഷേ പുറത്തേക്ക് വരുന്ന ഓർഡറിലെല്ലാം ഇത് ചെമ്പാണെന്ന് ബോധ്യപ്പെടുത്തി ജനങ്ങളെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തി ഈ കട്ടിളയും ദ്വാരപാളികളും അടക്കം പുറത്തേക്ക് കൊണ്ടുപോകുന്നു. വീണ്ടും സ്വർണം പൂശുന്നു, വീണ്ടും അകത്തേക്ക് കൊണ്ടുവരുന്നത് വീണ്ടും ഒരു ഘട്ടം കഴിയുമ്പോൾ വീണ്ടും സ്വർണം പൂശാനെന്ന വ്യാജന പുറത്തേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ ഈ പൂശിയ സ്വർണം എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് ഏവരും ചോദിക്കുന്നത്. ക്രൈംബ്രാഞ്ച് സംഘത്തിനും ഇപ്പോൾ ഈ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തേടുകയാണ്. ഈ ഉത്തരവിൽ ഒപ്പിട്ടിരിക്കുന്ന തിരുവാഭരണത്തെ കമ്മീഷണർ അടക്കം അക്കാര്യത്തിൽ കൃത്യമായ ഇതിലിപ്പോൾ ഈ ദ്വാരപാലക ശില്പത്തിലേതിന് സമാനമായ ഒരു ഇടപെടലാണ് ഈ കട്ടിളയുടെ കാര്യത്തിലും നടന്നിരിക്കുന്നത്. ഈ 99 വിജയ് മല്യ ഇത് സ്വർണം പൂശി, ഇനിയിപ്പോൾ സ്വർണ്ണപ്പാളിയല്ല സ്വർണം പൂശിയതാണ് എങ്കിൽ അതും വാദത്തിന് വേണ്ടി മുഖവിലക്കെടുത്താൽ തന്നെയും എന്തിനാണ് വീണ്ടും ഇത് കൊണ്ടുപോകുന്നത് എന്ന ചോദ്യമുണ്ടല്ലോ. 99 സ്വർണം പൂശിയ അല്ലെങ്കിൽ സ്വർണം സ്ഥാപിച്ചത് 2010 ചെമ്പാണെന്ന്, 2019 ചെമ്പാണെന്ന് രേഖപ്പെടുത്തി അത് പുറത്തേക്ക് കൊണ്ടുപോവുക. യഥാർത്ഥത്തിൽ ദ്വാരപാലക ശില്പത്തിലും ഇത് തന്നെയാണ് നടന്നത്. സമാനമായ തട്ടിപ്പാണ് രണ്ടിടത്തും നടന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ദ്വാരപാലക ശില്പം, മറ്റൊന്ന് കട്ടിള. ഇതൊക്കെ ചേർത്താണ് യഥാർത്ഥത്തിൽ ഈ 99 ഈ സ്വർണ്ണപ്പാളി സ്ഥാപനം അവിടെ ഈ വിജയ് മല്യ നടത്തിയത്. അതിൻ്റെ സ്വർണത്തിൻ്റെ കണക്കടക്കം അവിടെ രേഖകളിൽ ഉള്ളതാണ്. അതിൻ്റെ വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ് അന്വേഷണ സംഘത്തിന്. അങ്ങനെ ഇരിക്കെയാണ് ഈ പറയുന്ന ദ്വാരപാലക ശില്പം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണല്ലോ ഈ ശ്രീകോവിലേക്ക് കടക്കുന്ന വാതിലും അതിൻ്റെ താഴെയുള്ള അതിനോട് ചേർന്നുള്ള ആ വാതിൽ പിടിപ്പിച്ചിരിക്കുന്ന കട്ടിളയും. അപ്പോൾ അതും ഇവിടെ നിന്ന് സ്വർണം പൂശാനെന്ന് പറഞ്ഞ് കൊണ്ടുപോയി എന്ന് വേണം നമ്മൾ കരുതാനല്ലേ? എന്തൊക്കെ തരം തട്ടിപ്പുകൾ ഇനി അതിൻ്റെ ഓരോന്നും ഓരോ ഭാഗങ്ങളുടെ വിവരങ്ങളായിരിക്കും ഇനി വരാനിരിക്കുന്നത്, അല്ലായിരുന്നു? തീർച്ചയായും. കാരണം ഇത് ദ്വാരപാളികയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അതിനപ്പുറം കട്ടളയിലും അതിൽ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പോകുന്നതെന്ന് തെളിയിക്കുന്നതാണ്. വിജയകുമാർ, 3 കാര്യങ്ങളിലാണ് ഇവിടെ സംശയം നിഴലിക്കുന്നത്. കാരണം ഒന്ന്, എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം ഇക്കാര്യത്തിൽ സ്വർണം പൂശുന്നതിന് ശബരിമല ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം ഒറ്റ പേരിലേക്ക് എത്തുന്നത് എന്നുള്ളത്? അത് ദ്വാരപാളികയിൽ മാത്രമല്ല, അതാ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ഈ കട്ടളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒറ്റ പേരിലേക്ക് ചുരുക്കിയാണ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ഇറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ്
1999 വിജയ് മല്യ സ്വർണം പൂശിയ ആ ഭാഗം അത് കട്ടളയും ഈ ദ്വാരപാലികയും എല്ലാം അത് വീണ്ടും ചെമ്പാണെന്ന് കാട്ടി വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ആർക്കു വേണ്ടിയാണ്? അങ്ങനെയാണെങ്കിൽ ഒരു കൂട്ടുത്തരവാദിത്തം ദേവസ്വം ബോർഡിനും കൂടി ഇക്കാര്യത്തിലുണ്ട്. അന്നിരുന്ന ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ദേവസ്വം ബോർഡ് വിജിലൻസ് പുറത്തുവിട്ട രേഖകൾക്കപ്പുറം അത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയ മാത്രമല്ല, ചില ഉദ്യോഗസ്ഥരെ മാത്രമല്ല, അതിനപ്പുറം അറിഞ്ഞുകൊണ്ട് ഈ കവർച്ചയിൽ ഈ മോഷണത്തിൽ പങ്കുചേർന്ന വലിയ വിഭാഗം ശബരിമലയിൽ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ രേഖകൾ. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉത്തരവിൽ വന്ന ചെറിയ പാളിച്ച മാത്രമല്ല, ബോധപൂർവമായി പല ഉത്തരവുകളിലും അവർ ഇത്തരത്തിൽ ചെമ്പ് പാളികളാണെന്ന് രേഖപ്പെടുത്തിയാണ് പുറത്തേക്ക് കൊണ്ടുപോയത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ സംശയിക്കുന്നത് ഇത് വിശ്വാസത്തെ പോലും മുഖവിലേക്കെടുത്ത് വഞ്ചിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ സ്വർണ്ണപാളികൾ വിറ്റ് ലാഭമുണ്ടാക്കുന്നതിനൊപ്പം പുറത്തേക്ക് പോകുന്ന ചെമ്പ് പാളികൾ അതിൽ കട്ട് ചെയ്ത് അത് വിശ്വാസത്തിന്റെ പേരിൽ പറ്റിച്ചിട്ടുണ്ടോ എന്ന സംശയം പോലും ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ഉണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്ന മുറയ്ക്ക് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരുത്താനായിരിക്കും പ്രത്യേക സംഘം ഇപ്പോൾ തയ്യാറാവുക. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഈ കട്ടിളയിൽ പുറത്തേക്ക് കൊണ്ടുപോയതിലും ഉണ്ണികൃഷ്ണൻ പൊറ്റിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അന്നത്തെ സെക്രട്ടറി, തിരുവിതാംകൂർ ഈ തിരുവാഭരണ കമ്മീഷണർ എന്നിവർക്ക് വ്യക്തമായ പങ്കുണ്ട് എന്ന നിഗമനത്തിലാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നത്. യെസ്, ദ്വാരപാലക ശില്പം, അതിനു മുമ്പ് ദ്വാരപാലക ശില്പത്തിന്റെ പീഠം, ഇപ്പോഴിതാ കട്ടിള എന്ന വിവരം കൂടി വരുന്നു. അങ്ങനെ ശബരിമല ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ഈ സ്വർണം പൂശൽ അത് സ്വർണ്ണപ്പാളിയല്ല ചെമ്പുപാളിയാണെന്ന് സ്ഥാപിക്കുക, അത് ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് മാത്രം അത് സ്വർണം പൂശുന്നതിനായി കൊടുത്തുവിടുക, അതിൻ്റെ രേഖകളിൽ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ കണ്ണിന് കണ്ടതല്ലേ എനിക്ക് എഴുതാൻ കഴിയുമെന്ന് ചോദിക്കുക, അങ്ങനെ അടിമുടി ദുരൂഹത നിറഞ്ഞു നിൽക്കുന്ന റിപ്പോർട്ടുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മുരാരി ബാബു സസ്പെൻഷനിലായി കഴിയുമ്പോഴും അദ്ദേഹം ആദ്യം സൂചിപ്പിച്ച അദ്ദേഹം ആദ്യം മുന്നോട്ട് വച്ച വാദങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അതിൽ പ്രതികരിക്കുന്നത്. ഞാൻ നൽകിയത് പ്രാഥമിക റിപ്പോർട്ടാണ്, അത് മാത്രം പരിശോധിച്ചാണോ ദേവസ്വം ബോർഡ് ഈ തീരുമാനങ്ങൾ എടുത്തത് എന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുമ്പോൾ അത് ദേവസ്വം ബോർഡിനോട് കൂടിയുള്ള ചോദ്യമായി മാറുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതാ ദ്വാരപാലക ശില്പങ്ങൾക്ക് ശേഷം അതിൻ്റെ തുടർച്ച എന്ന വണ്ണം വീണ്ടും വരുന്നത് ശബരിമലയിലെ സ്വർണം പൂശാൻ കൊണ്ടുപോയ കട്ടിളയുടെ ചെമ്പുപാളികൾ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. അതിലും എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ട് എന്ന സ്വാഭാവിക സംശയം നിലനിൽക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.